എല്ലാവർക്കും നമസ്കാരം. കർത്താവിൽ നിന്ന് പാപക്ഷമ നാം ആഗ്രഹിക്കുന്നുണ്ടോ? അതിനുള്ള വഴി കർത്തൃപ്രാർത്ഥന നമുക്ക് തുറന്നു തരുന്നു. നമ്മൾ മറ്റുള്ളവരോട് പൊറുക്കുകയും മറക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് പാപക്ഷമ തരികയുള്ളൂ. പാപക്ഷമയ്ക്കുള്ള അർഹത അത് നമ്മിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ടതാണ്. ക്ഷമയെക്കുറിച്ചുള്ളൊരു ചർച്ചയിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹോൾഡിംഗ് ഓൺ ടു ആങ്കർ, റിവെഞ്ച് ആൻഡ് റിഫ്യൂസിംഗ് ടു ഫോർഗീവ് ultimately hurts you more than the person who wronged you. കോപവും പ്രതികാരവും നമ്മൾ സൂക്ഷിക്കുന്നതും ക്ഷമിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നതും നമ്മളെ തന്നെയാണ് കൂടുതൽ ബാധിക്കുന്നത്. നമുക്ക് ആരോട് പ്രതികാരം തോന്നുന്നു, അവരെ അല്ല. ശരിക്കും പ്രതികാരത്തിൻ്റെ ചിതയിൽ എരിയുന്നത് നമ്മൾ തന്നെയാണ്. മനസ്വസ്ഥത കെടുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അത് ബാധിക്കുന്നു. പ്രതികാരം ചെയ്യാൻ വേണ്ടി മൂല്യങ്ങളെ പണയം വെക്കുന്നു, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുന്നു. ശരിക്കും ഹോമിക്കപ്പെടുന്നത് ക്ഷമിക്കാത്തവന്റെ ജീവിതമല്ലേ? സുസൈൻ സോമസ് എഴുതുന്നുണ്ട്, ഫോർഗീവ്നെസ് ഈസ് ഗിഫ്റ്റ് യു ഗിവ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റാണ് ക്ഷമിക്കാനുള്ളൊരു മനസ്സൊരുക്കിയെടുക്കുക എന്നുള്ളത്. ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടുവിന്റെ വാക്കുകൾ, ഫോർഗീവ്നെസ് സേസ് you are given another chance to make a new beginning. മറ്റൊരാൾക്ക് ജീവിതത്തിൽ പുതിയൊരു അവസരം കൊടുക്കുക എന്നതിനൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ പുലരി കൂടിയാണ് ക്ഷമിക്കുന്നത് വഴി ഓപ്പൺ ചെയ്യുന്നത്. ഫോർഗീവ്നെസ്സിനെ കുറിക്കുന്ന ഗ്രീക്ക് പദത്തിന് ഒരർത്ഥം കൂടിയുണ്ട്, ക്യാൻസലിംഗ് ഡെബ്റ്റ്. അത് കടങ്ങളുടെ പരിഹാരം കൂടിയാണ്. നിങ്ങൾ ആരെ വെറുക്കുന്നോ അവർ വന്ന അപ്പോളജി എഴുതി തരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കരുത് ക്ഷമിക്കാനായിട്ട്. ഹൃദയപൂർവ്വം ക്ഷമിക്കാനുള്ളൊരു മനസ്സ് നമ്മളിൽ തന്നെ രൂപപ്പെടണം. നമ്മുടെ കുറവുകൾ, പാപങ്ങൾ, വീഴ്ചകൾ, ബലഹീനതകൾ ഇവയൊക്കെ ക്ഷമിക്കാൻ ദൈവം തയ്യാറാണ്. പക്ഷേ ആ ദൈവസന്നിധിയിലേക്ക്, ആ പാപക്ഷമയ്ക്ക് യോഗ്യരാകുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ മുറുകെ പറ്റിയിരിക്കുന്ന പ്രതികാരങ്ങളെ നമുക്ക് മായ്ച്ചു കളയുവാൻ സാധിക്കണം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 12-13 വാക്യം, അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, പാപക്ഷമ നൽകി വിശുദ്ധിയിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമേ, പലപ്പോഴും ക്ഷമിക്കാനുള്ളൊരു സന്നദ്ധത ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. പ്രതികാരം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ താളത്തെ തകർക്കുന്നവരായി പലപ്പോഴും ഞങ്ങൾ മാറുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുന്നു. എത്രത്തോളം റിവഞ്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് കർത്താവേ. അതിനായിട്ട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. സത്യാനുതാപം ഞങ്ങൾക്ക് നൽകണമേ. പൊറുക്കാനുള്ളൊരു മനസ്സ് നൽകണമേ. ക്ഷമിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ബലഹീനത, പലപ്പോഴും ബലഹീനതയിൽ ഞങ്ങൾ തട്ടി വീഴുന്നവരാ. നിന്റെ തൃക്കര ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ. കുറവുകളെ പോക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.